നമസ്കാരം. എൻ്റെ പേര് മനു. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യാറുണ്ട്, പക്ഷെ വല്ലപ്പോഴും ഒക്കെ എങ്ങനെ ഇട്ടെങ്കിലും ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രിന്റർ മേടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചത് അൺബോക്സ് ചെയ്ത് പ്രിന്റ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വെച്ചു. അപ്പം അങ്ങനെയാണ് ഈ പ്രിന്റർ വന്നത്. അപ്പം ഞാൻ മേടിച്ച പ്രിന്ററിന്റെ പേര് കാനോൺ G3416 എന്ന ഈ മോഡലിന്റെ പേര്. ഈ പ്രിന്റർ മേടിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറെ നാളത്തെ ആഗ്രഹമാണ് ഒരു പ്രിന്റർ മേടിക്കണമെന്ന്. ഒന്ന്, ഞാൻ എടുക്കുന്ന ഫോട്ടോസ്, എൻ്റെ ഒരു കാനോണിന്റെ ക്യാമറ ഉണ്ട്. അപ്പോൾ അതിലെടുക്കുന്ന ഫോട്ടോസ് തന്നെ പ്രിന്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ചെറിയ വില കൊടുത്ത പ്രിന്റ് കടിച്ച് കിട്ടും, പക്ഷെ എന്നാലും സ്വന്തം അങ്ങൊരു ആഗ്രഹം. പിന്നെ ഇവിടെ ചില സമയങ്ങളിൽ ഇങ്ങനെ പാസ്പോർട്ട്, നമ്മുടെ കമ്പനിയിലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ അങ്ങ് സ്റ്റുഡിയോ ഒക്കെ അന്വേഷിച്ച് പോകും. അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് പ്രിന്റർ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പാസ്പോർട്ട് സൈസ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പ്രിന്റ് എടുത്ത് കൊടുക്കാം. ചെറിയ അല്ലറയിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയലൊക്കെ പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ ഉപകാരമായിരിക്കും. പിന്നെ ഫ്യൂച്ചറിൽ എന്തായാലും ഒരു ഉപകാരം. പിന്നെ ഇത് ഓഫറിൽ കിട്ടിയത് കൊണ്ടും ഞാൻ അങ്ങനെ മേടിച്ചതാണ്. അപ്പൊ നമുക്ക് ഈ പ്രിന്ററിന്റെ കൂടെ കിട്ടിയ എന്തൊക്കെയാന്ന് നോക്കാം. 2 കാർട്രിഡ്ജ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇങ്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്, പിന്നെ ഫോട്ടോ പ്രിന്റ് അടിക്കാൻ ഒരു കുറച്ച് പേപ്പർ കിട്ടിയിട്ടുണ്ട്, A4 സൈസിലുള്ളത്. 10x15 10 പേപ്പറും A4ന്റെ 10 പേപ്പറും, അങ്ങനെ ടോട്ടൽ 20 പേപ്പർ ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ നേരത്തെ 3 പണ്ട് മേടിച്ച ഫോട്ടോ പ്രിന്റ് എടുക്കുന്ന കുറച്ച് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. ഈ ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ഉണ്ട്. അതൊന്നും അങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഓർഡർ ചെയ്ത കൂട്ടത്തിൽ അങ്ങനെ അബദ്ധത്തിൽ കയറി വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ പ്രിന്റ് എടുക്കാനുള്ള ഫോട്ടോ ഉണ്ട്. ഇത് നമുക്ക് 6500 പ്രിന്റ് നമുക്ക് തരും. 6500 പ്രിന്റ് കളറും 6000 ബ്ലാക്കും തരും. ശരിക്കും കമ്പനി എത്രയൊക്കെ പറയുമെങ്കിൽ നമ്മളൊരു 4000 പ്രിന്റ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ നമുക്ക് എൻ്റെ ഒന്ന് സെറ്റ് ആക്കാം. ഇതൊന്ന് പ്രിന്റ് കാര്യങ്ങളൊക്കെ എടുക്കാം, അതിന്റെ ഇങ്ക് ഫില്ല് ചെയ്യണം, കാർട്രിഡ്ജ് ഇടണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പൊ നിങ്ങളും കണ്ടു നോക്കിയത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. പിന്നെ പ്രിന്റ് എടുത്ത് കഴിയുമ്പോൾ ഞാൻ പറയും ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ മേളിലേക്ക് ഓക്കെ വെക്കണം. ഇവിടെ ഇങ്ങനെ ഒരു റിബൺ ഉണ്ട്, ഇത് അയ്യോ ദേവി, ഇതിങ്ങനെയൊന്നും വലിച്ചു കളയരുത് കേട്ടോ. ഞാൻ പിന്നെ ഇത് ഈ ഒറ്റ കൈ കൊണ്ട് ചെയ്യണ്ടേ. ഷോ ഓഫ് അല്ല, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഇത് നമ്മളെടുത്ത് കളയാനുള്ളതാണ് കേട്ടോ. ഇത് ഇതിൻ്റെ അകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ജസ്റ്റ് അത് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു വെക്കണം, അതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർട്രിഡ്ജ് ഇടേണ്ടത് ഇവിടെയാണ്. ഞാൻ ആക്ച്വലി കാർട്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്തു, പക്ഷെ വീഡിയോ റെക്കോർഡ് ആയില്ല. കാരണം ഞാൻ ഫോട്ടോയിൽ ഇട്ടിട്ടാണ് വീഡിയോ റെക്കോർഡ് കൊടുത്തത്. അത് റിമോട്ടിലല്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി. ശരിക്കും കാർട്രിഡ്ജ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് ഇത് രണ്ടും പ്രസ് ചെയ്ത് വെക്കണം. യൂസർ മാനുവലിലുണ്ട്. ഞാൻ അതറിയാതെ ഇൻസ്റ്റാൾ ചെയ്തു പോയി. ഇനിയിപ്പോൾ അത് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്നു, കാർട്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മളൊരു സിമ്പിൾ കാണിക്കും, ഇങ്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ
ഈ ഒരു ഡ്രോപ്പിന്റെ സിമ്പിള് ഏകദേശം ഇതുപോലെ ഒരു ഡ്രോപ്പിന്റെ സിമ്പിൾ കാണിക്കും. അപ്പോൾ അത് കാണിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യാം. അതുണ്ടോ, ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇതിന്റെ പോറിങ് ഇങ്ക് എല്ലാം കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ആ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഞാനത് ഈ ഒരു സൈൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ക് ഒഴിക്കാം. നമ്മൾ ആദ്യമേ ഇത് പൊക്കി വെക്കുന്നു. പൊക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ ബ്ലാക്ക് ആണ് ഒഴിക്കേണ്ടത്. ഏതാ നമ്മൾ ബ്ലാക്ക് ഒഴിക്കണം. ബ്ലാക്ക് ഇങ്ക് എടുക്കുക. റെക്കോർഡായെന്ന് ചെക്ക് ചെയ്യണം. റെക്കോർഡ് ആവുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ബ്ലാക്ക് പൊട്ടിക്കുക. കത്തി എടുക്കാൻ പോ വയ്യ, മടിയാ. പഴയതുപോലെ ഒന്നും അല്ല, ഭയങ്കര മടിയാ തുടങ്ങി. ഞാനിപ്പോ ഇത് ചെയ്തെന്താ വെച്ചാൽ എനിക്ക് നെറ്റ് ഇല്ലായിരുന്നേ. നെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ക് എടുക്കുന്നു, പൊട്ടിക്കുന്നു. ഓക്കെ, ഇത് BK ചെക്ക് ചെയ്യട്ടെ ഒന്നും കൂടി. ഓക്കെ, നമ്മളുടെ എന്ത് കാര്യം ചെയ്താലും ഡബിൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ബ്ലാക്ക് പതിയെ ഒഴിച്ചു കൊടുക്കണം. എന്താ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് വരച്ചാണെന്ന് സൂം ചെയ്യാം. ഇതുണ്ടോ? പതിയെ ഒഴിച്ചു കൊടുക്കുക. പതിയെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഒഴിച്ചു സൈഡിൽ കൂടെ പോയി. എന്ത് മനുഷ്യൻ! കുറച്ചിങ്കും കൂടി ബാക്കിയുണ്ട്. അത് എന്ത് ചെയ്യാനാ? ഞാന് ഒരു മണ്ടത്തരം കാണിച്ചു. അത് എടുത്തപ്പോ കുറച്ച് സൈഡിൽ കൂടെ അങ്ങ് പോയി. ഒരു 10 പ്രിന്റ് അടിക്കേണ്ട ബ്ലാക്ക് ആണ് ഇപ്പൊ പോയത് കേട്ടോ. ഒരു കുറച്ച് എന്ത് ചെയ്യാനാ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോ അതിന്റെ സൈഡിൽ കൂടെ പോയതാ. ഓക്കെ, എന്നിട്ട് ഇത് കെയർഫുൾ ആയിട്ട് ഇതങ്ങ് അടച്ചു വെക്കുക. അതുണ്ടോ, ഇതില് സൈൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെ വേണം എങ്ങനെ വേണ്ട എന്നുള്ളതൊക്കെ. ഒരു 10-20 പേപ്പർ എടുക്കാനുള്ള ഇങ്ക് പോയിട്ടുണ്ട്. സാരമില്ല, അതൊക്കെ നമ്മുടെ ഇതിൽ സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത ഇങ്ക് എടുക്കുക. അടുത്ത ഇങ്ക് എടുത്തിട്ട് എടുക്കുക. പതുക്കെ ഇങ്ങനെ വെക്കുക, ഒഴിച്ചു കൊടുക്കുക. സി എടുക്കുന്നു, സിയുടെ ഗ്യാപ്പ് തുറക്കുന്നു. CN അങ്ങനെയാണ്ടാണ് ഈ കളറിന്റെ പേര്. പതി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതും ഫില്ലായിട്ടുണ്ട്. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇങ്ക് എടുക്കുക. അടുത്തത് യെല്ലോ വേണ്ട, അടുത്ത ഇതെടുക്കുക. ഇതും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത എടുക്കുന്നു, ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഒരു തുള്ളി ഇങ്ക് പോയ ഇത് 6000 ബ്ലാക്കും 6500 7000 ആണ് കമ്പനി പറയുന്നത്. കമ്പനി 7000 ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മള് കളറ് 7000 ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, കിട്ടില്ല എന്നറിയാം. കാരണം ഇവന്മാര് പറയുന്നത്ര ഇപ്പൊ വണ്ടികളുടെ ആയാലും മൈലേജ് കമ്പനി പറയുന്നത് കിട്ടുകയല്ലോ. അതുപോലെ തന്നെ ആയിരിക്കും ഇത്. എല്ലാ നമ്മുടെ പ്രിന്ററിന്റെ അധീനന്മാര് രാക്ഷസന്മാര് പറയുന്നത് അത്രയും കിട്ടില്ല, കുറച്ചേ കിട്ടുള്ളൂ എന്നാണ് അവരും പറയുന്നത്. ഓക്കെ, ഒരു തുള്ളി പോലും കളയാനില്ല. ഈ ഒരെണ്ണത്തിന് 49 റിയാലാണ് ഈ ഇങ്കിന്.
ഞാൻ വേറെ കമ്പനികളിലൊക്കെ നോക്കിയിരുന്നു, പക്ഷെ അത് കമ്പാരിറ്റീവ്ലി ഭയങ്കര പ്രൈസ് ഹൈ ആണ് പ്രിന്ററിന്. പിന്നെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാകും കേട്ടോ. പിന്നെ നമ്മളിത് തുടക്കം ആദ്യമേ ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല പ്രിന്റർ മേടിച്ച് തുടങ്ങണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പ്രിന്ററിന്റെ നല്ല പ്രിന്ററുടെ വില കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണി കൂടെ പൊനീച്ച് മാറി. അതാ പിന്നെ ഇതില് പിടിച്ചത്. പിന്നെ നമ്മള് കയ്യിൽ ഒതുങ്ങുന്ന ഇതിങ്ങനെ അടയ്ക്കും കൂടി ചെയ്യണം കേട്ടോ. നമ്മള് പിന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ലേ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. അങ്ങനെ പണ്ടാരോണ്ട പറഞ്ഞില്ലേ. അതുകൊണ്ട് ഞാൻ കൊക്കിലൊതുങ്ങിയതേ കുത്തിയുള്ളൂ. ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുവാണെങ്കിൽ നമുക്ക് അടുത്ത നോക്കാം. കാര്യം എനിക്ക് ബിസിനസ് ഒക്കെ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഇതെന്തായാലും വിജയിക്കൂന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ നമ്മളൊരു കൈ നോക്കാം. അപ്പം ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അടച്ചു. അപ്പൊ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിലവില്. അപ്പൊ നമുക്ക് ദൈവത്തെ വിചാരിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിന്റ് ഒക്കെ എടുത്ത് നോക്കാം. അങ്ങനെ ഇനിയിപ്പോ ഇത് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ബ്ലാക്ക് ബട്ടണിലൊന്ന് ഞെക്കണം. ബ്ലാക്കിൽ ഞെക്കി കഴിയുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് എടുക്കും. 5 മിനിറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഫുള്ള് തന്നെ കോൺഫിഗർ ചെയ്ത് ആൾ റെഡിയാവും. കുറച്ച് സമയം എടുക്കും. പിന്നെ ഇതിൽ വൈഫൈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെ പ്രിന്റ് എടുക്കുന്നതിന് കാര്യങ്ങളൊക്കെ. ഇതിലുണ്ടോ യൂസർ മാനുവലില് iOS-നും ആൻഡ്രോയിഡിനൊക്കെ ഉള്ള പിന്നെ QR കോഡ് ഉണ്ട്. iOS-നും ആൻഡ്രോയിഡിനുള്ള QR കോഡ് ഉണ്ട്. നമ്മളിത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇതുണ്ടോ, ഇതിൽ QR കോഡ് ഉണ്ട്. അപ്പോൾ ഈ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഈ പോയിരുന്ന് സെർച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ iOS-ന്റെ സ്കാൻ ചെയ്ത് നോക്കട്ടെ. ഇവിടെ നമുക്കൊരു ഈ പേപ്പർ തന്നിട്ടില്ല. ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കിയത് അതിനകത്ത് എങ്ങനെയാണ് പ്രിന്റർ റെഡി ആവുന്നുണ്ട്. നമ്മളെ ബ്ലാക്ക് ബട്ടൺ ഞെക്കിയില്ലേ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിന്റർ റെഡി ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് സമയം എടുക്കുമെന്നൊന്നും അവർ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ യൂസർ മാനുവലിൽ QR കോഡ് ഉണ്ട്. QR കോഡ് നോക്കുവാണെങ്കിൽ കറക്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ അത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ, A4 സൈസിൽ ഉണ്ട്. ഇതുണ്ട് 2 A4 സൈസിൽ 5 ഷീറ്റ് വീതം. പിന്നെ 10-15 പോസ്റ്റ് കാർഡ് സൈസിലുള്ള ഫോട്ടോസ്. ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ക്വാളിറ്റി എങ്ങനെയാന്ന് ആദ്യമേ മൊബൈലിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ എന്താ ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇത് നേരെ സ്കാൻ ചെയ്തു. QR കോഡ്, ഈ കാണുന്ന QR കോഡ് നേരെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ, നേരെ കണ്ടോ ഇതിലേക്ക് വന്നു. ഈ ഒരു പേജിലേക്ക് വന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് ഇവർ പറയുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യുക. ചെക്ക് ഓൾ. ഓക്കെ, ഇത് കഴിയുമ്പോഴത്തേക്കും പ്രിന്റർ ലോക്കൽ നെറ്റ്വർക്ക് പ്രിന്റർ കണ്ടുപിടിക്കും. ഇതുണ്ടോ, ഇപ്പോൾ എൻ്റെ സെയിം ഞാനിവിടെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെയിം ഇതിലേക്ക് കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് അലോ ചോദിക്കുന്നത്. ഹലോ, അപ്പോൾ ഞാൻ അലോ വൈൽ യൂസിങ് ആപ്പ്. ഓക്കെ, ഇത് ഓൾറെഡി സെറ്റപ്പ് കണക്ഷൻ. കണക്ട് യുവർ സ്മാർട്ട് ഫോൺ ഡയറക്ട്ലി ടു യുവർ പ്രിന്റർ. സെലക്ട് ജോയിൻ. ഓക്കെ, ഫോളോയിങ് ഡയലോഗ്. ഓക്കെ, ഇത് കണക്ട് ആയി വരുന്നുണ്ട്. ഓക്കെ, വൈഫൈ നെറ്റ്വർക്ക്. അപ്പോൾ ഇതിലേക്ക് കറക്റ്റ് കണക്ഷൻ ടൈപ്പ് യെസ്. പാസ്വേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം പാസ്വേഡ് ഞാൻ പോയി നോക്കട്ടെ ഏതാന്ന്. ഞാൻ മറന്നുപോയി പാസ്വേഡ്. ഓക്കെ,
ഒരു 90 സെക്കൻഡ് എടുക്കും കണക്ട് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദേ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഇമേജ് പ്രിന്റ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ പേപ്പർ സൈസ് 10-15 ഗ്ലോസി പേപ്പർ 2. അപ്പം നമ്മൾ ആ ഗ്ലോസി പേപ്പർ ഇതുണ്ട്, അതിൽ എസ് കൊടുക്കുന്നു. നമ്മൾ ഗ്ലോസി, അപ്പം ഈ ഗ്ലോസി പേപ്പറാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തിട്ട് നോക്കാം. കനോണ്ട് ഗ്ലോസി പേപ്പർ ഇവിടുന്ന് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്ന ഐശ്വര്യമായിട്ട് എൻ്റെ ഫോട്ടോ തന്നെ ഇടാതെ ദൈവത്തിന്റെ ഫോട്ടോയിൽ ഇട്ടാൽ മതിയായിരുന്നു. ഓക്കെ, അക്സെപ്റ്റ്. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മളൊരു പ്രിന്റ് അങ്ങ് കൊടുക്കുവാണേ. എൻ്റെ സീരീസ് വെച്ചിട്ടുണ്ട്. സീരീസ് നമ്മൾ ഒക്കെ കൊടുത്തതാണ്, എന്നാലും കൊടുത്തേക്കാം. അച്ഛൻ പണി തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, നമ്മുടെ പ്ലങ്കില്ലേ, പ്ലങ്ക് അത്ര ശരിയല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി പണിയാണ്, പനങ്ങാതിരിക്കണം. ഇങ്ങനെ സബ്ജക്റ്റ് ഒക്കെ തുറന്നു. സംഭവം അയ്യോ, സംഗതി വിചാരിച്ച പോലെ ഒന്നുമല്ല കേട്ടോ. ഗ്ലോസി പേപ്പർ അല്ല, ഇത് ഐഫോണിൽ എടുത്ത ഫോട്ടോയാ. എങ്ങനെയുണ്ട് കണ്ട? ഐഫോണിൽ എടുത്തതാ. സംഗതി ജോറായിട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയാണ് കേട്ടോ. കാരണം നമുക്ക് ഇതൊക്കെ തന്നെ ധാരാളമാണ്. അത്യാവശ്യം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ പ്രിന്റ് എടുക്കാനും, പിന്നെ ചിലരുടെ ഓർമ്മയ്ക്ക് ഇനിയിപ്പോൾ ജസ്റ്റ് നമ്മൾ ഫ്രെയിം ചെയ്ത് കൊടുക്കാനുള്ള അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ മേടിക്കണം. അത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു എവരി വൺ. ഇത് സ്കാനിങ് ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ഫോട്ടോ വേണമെങ്കിൽ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഈ വെച്ചിരുന്ന ഫോട്ടോ അത് തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 649 റിയാലാണ്. ആക്ച്വലി എനിക്കൊരു ഓഫറിന് കിട്ടിയതാണ് നമ്മുടെ സഫാരി എന്ന് പറഞ്ഞ മാളിൽ. ഇതിന് 300 ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത് ആനിവേഴ്സറി ഓഫർ ഇട്ടത് മാൾ മാറിപ്പോയി. അപ്പം എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. പക്ഷെ എന്നാലും എനിക്ക് 400 റിയാലിന് കിട്ടി. ഏകദേശം നാട്ടിലൊരു 800-900 രൂപയ്ക്ക്. എനിക്ക് നോക്കിയിട്ട് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ പ്രിൻ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നെറ്റ്വർക്കിൽ യൂസ് ചെയ്യാൻ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ റൗട്ടർ ഉണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു എല്ലാം നിങ്ങളുടെ വീട്ടിലെ മൊബൈലുകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഡയറക്റ്റ് നെറ്റ് വഴി നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. അതൊരു ബെനിഫിറ്റാണ്. പിന്നെ അല്ലാത്തവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ടെതറിങ് ഓൺ ചെയ്തിട്ട് അത് കണക്ട് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഞാൻ പിന്നെ ഫോട്ടോയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിരുന്നു. വലിയ കുഴപ്പമില്ല, എനിക്കും തെറ്റില്ലാതായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും ഇതും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആഗ്രഹമുള്ളവർ വാങ്ങുക. എനിക്ക് പ്രിൻ്റർ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു രസത്തിന് എനിക്കൊരു ഇഷ്ടം തോന്നി, അതുകൊണ്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു എവരി വൺ. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.